തൗഹീദിന്റെ മാറ്റം ശിർക്ക്. അങ്ങനെ നമ്മൾ വിവരിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഈമാൻ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെയൊക്കെ മൗലികമായ അടിസ്ഥാനപരമായ ഭാഗമാകുന്നു അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് അംഗീകരിക്കുക, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് അംഗീകരിക്കുക എന്ന അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വം ഉണ്ടെങ്കിലേ ബാക്കി ഈമാൻ കാര്യങ്ങളൊക്കെയും പരിഗണിക്കുള്ളൂല്ലോ. ആ അടിസ്ഥാന ഭാഗത്തിന്റെ പേരാണ് തൗഹീദ്. അപ്പൊ ഈമാനിന്റെ കാര്യങ്ങളിൽ നിന്ന്, ഈമാനിന്റെ ഒരുപാട് സംഗതികളിൽ നിന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വിശ്വസിക്കണം, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ എന്തൊക്കെ അംഗീകരിക്കണം, ആ കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുമ്പോൾ അതിന്റെ ശബ്ദമാണ് തൗഹീദ് 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 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശിർക്കും ഈ തൗഹീദിന്റെ മാറ്റം. അപ്പൊ ഈമാൻ എന്നതിന്റെ പോലെ നേരെ മറിച്ചുള്ള മറുഭാഗത്തെ ഒന്നാണ് കുഫർ. ഈ കുഫർ എന്ന വിശാലമായ കാഫിറാവുക എന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ ഇസ്ലാം ഇല്ലാതിരിക്കുക എന്ന വിശാലമായ കുഫറിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭംഗം വരുന്നതും എതിര് വരുന്നതുമാണ് ശിർക്ക്. ശിർക്ക് എന്നറിയുന്ന വമ്പൻ കുഫർ. ഇത് സാധാരണ നമ്മൾ മനസ്സിലാക്കാതെയോ വിശദീകരിച്ചു കൊടുക്കാതെയോ ഒക്കെ കൂട്ടിയിട്ടിട്ട് പഠിക്കും. ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും വരും. ഇപ്പൊ നമ്മൾ തൗഹീദ് ശിർക്ക് എന്ന് സംസാരിക്കുമ്പോഴുള്ള ഈ ശിർക്ക് അള്ളാഹുവിന്റെ റസൂല് ഉച്ചാടനം ചെയ്യാനും വിപാടനം ചെയ്യാനും വേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അതിഗൗരവതരമായിട്ടുള്ളതാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും നമ്മളിപ്പോ ഈ മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മൾ ഗ്രഹിക്കണം. അതിഗൗരവം. ഞാൻ അതിന്റെ അപ്പുറത്തേക്കൊന്നില്ല. ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം എന്ന് പറയുന്നത് അതാണ്. കുഫർ എന്ന് പറഞ്ഞാലോ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുസഹഫ് എടുത്ത് ചീന്തി ഒരാള് ഇത് നിസ്സാരമാക്കിയിട്ട് മനസ്സിന്റെ അകത്ത് തന്നെ അത് കീന്താമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ കാഫിറായി. 5 വഖത്ത് നിസ്കാരത്തിന്റെ നിർബന്ധം അത് അംഗീകരിക്കാൻ ഒരാൾ കൂട്ടാക്കിയില്ല, ഒരാൾ നിഷേധിച്ചു, അയാൾ കാഫിറായി. മനസ്സാ നിഷേധിച്ചാ കാഫിറായി. ശിർക്കല്ലത്. ശിർക്ക് വരുന്നില്ല അവിടെ. ശിർക്ക് എന്ന് പറയുമ്പോ അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിൽ വരുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്, അപരാധമാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നതാണ് അതിഭയങ്കരമായ അക്രമം. അള്ളാഹുവിനെതിരായി ചെയ്യുന്ന അക്രമങ്ങളിൽ, നിയമവിരുദ്ധമായി ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ശിർക്കാവുന്നു എന്ന്. നമ്മൾ ചിലർ വളരെ ലളിതമായാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ശിർക്ക് ശിർക്ക് എന്നറിയുന്ന വാക്ക് വളരെ ലളിതം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു പോയാൽ അപ്പൊ ശിർക്ക്, ഏതെങ്കിലും ഒരാളുടെ ഒരു വാചകം വന്നാൽ അപ്പൊ ശിർക്ക്, ഒരാളുടെ ഒരു പ്രവൃത്തി എന്തെങ്കിലും കണ്ടുപോയാൽ അപ്പൊ ശിർക്ക്. എന്തിനൊക്കെയാണ് നമ്മൾ ശിർക്ക് ശിർക്ക് എന്നിപ്പോ ബാധിക്കുന്നതും ശിർക്ക് എന്ന് ആരോപിക്കുന്നതും? അപ്പൊ തൗഹീദ് എന്നതും ശിർക്ക് എന്നതും വിവരിക്കുമ്പോ ഈമാനിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ച ഭാഗത്തെ വിശ്വാസത്തിന്റെ മൊത്തമായിട്ടുള്ള ശബ്ദമാണ് തൗഹീദ് എന്നും, ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിൽ ഇനി വേറെ കിടക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈമാനിന്റെ നേർ വിപരീതമായ കുഫർ, ഈ കുഫർ എന്ന വ്യാപകമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, പരന്നു കിടക്കുന്ന ധാരാളം കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നതിന് വിരുദ്ധമായി വരുന്ന എന്തെങ്കിലും വിശ്വാസമുണ്ടോ? ഈ വിശ്വാസത്തിന്റെ പേരാണ് ശിർക്ക്. ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അടിസ്ഥാനപരമായി തൗഹീദും ശിർക്കും നമുക്ക് മനസ്സിലായി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ മക്കത്ത് ജീവിച്ച 13 വർഷത്തെ അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന്റെ കാലത്ത്, പ്രബോധനത്തിന്റെ കാലത്ത് അള്ളാന്റെ റസൂല് വളരെ പണിപ്പെട്ട് പരിശ്രമിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലവണ്ണം ജനങ്ങളെ പഠിപ്പിച്ചത് ഈ ശിർക്കിനെയായിരുന്നു, ഈ ശിർക്കിനെതിരായിരുന്നു, തൗഹീദിന്റെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ പഠിപ്പിക്കാൻ ഇത്രയധികം കാലം, ആകെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധനത്തിന്റെ കാലം 20 കൊല്ലാണല്ലോ. നമ്മൾ കണക്കൂട്ടിയ 20 കൊല്ലം. ഈ 20 കൊല്ലത്തെ പ്രബോധനത്തിലെ പകുതി ഭാഗം മക്കത്ത് 10 കൊല്ലം, 3 കൊല്ലം എന്റെ മുമ്പും.
അങ്ങനെ 10 കൊല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് കഴിച്ചുകൂട്ടിയത് മക്കത്തെ ജനങ്ങളിൽ അള്ളിപ്പിടിച്ചു നിന്ന നൂറ്റാണ്ടുകളായി അവരിൽ ജീർണിച്ചു കിടന്നിരുന്ന ശിർക്ക് എന്ന മഹാ അപരാധമായ ഏറ്റവും മോശപ്പെട്ട വിശ്വാസത്തെ തൂത്തുമാറ്റുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനുമായിരുന്നു എന്ന് വരുമ്പോ എത്ര ഗൗരവതരമാണിത് എന്നാണ്. ഈ ഗൗരവം നമ്മൾ കുറച്ച് കാണാൻ പാടില്ലല്ലോ. ശിർക്കിന്റെ, തെറ്റിന്റെ, അപരാധത്തിന്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അതിന്റെ നേർ വിപരീതമായ തൗഹീദിന്റെ വലുപ്പവും സ്ഥാനവും അതും നമ്മൾ ഇടിച്ചു കാണാൻ പാടില്ല. അത് വളരെ വലിയ സ്ഥാനമുള്ള വിശ്വാസമാകുന്നു എന്ന് പറയണം. എന്നാൽ ഒരു മനുഷ്യൻ മുവഹിദാണ്, ഓൻ തൗഹീദ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈമാൻ കാര്യം മുഴുവൻ ഉണ്ടാവണം. എന്നാലേ അയാൾക്ക് തൗഹീദ് ഉണ്ട് എന്ന് വിശേഷിപ്പിക്കൂ. ഒരാളെ മുവഹിദ് എന്ന് പറയുന്ന കാര്യവും തൗഹീദ് എന്നറിയുന്ന ഒറ്റക്കെടുത്തിട്ടുള്ള കാര്യവും ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് തൗഹീദ് ഉണ്ട് എന്ന് പറയണമെങ്കിലും ഈമാൻ ഉണ്ട് എന്ന് പറയണമെങ്കിലും ഇസ്ലാം ഉണ്ട് എന്ന് പറയണമെങ്കിലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കുമ്പോഴേ നമ്മൾ അയാൾ തൗഹീദ് ഉണ്ട് എന്ന് പറയുള്ളൂ. പക്ഷേ ഈമാൻ കാര്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗമാണ് തൗഹീദ് എന്നതിന് നിർവചിക്കുമ്പം വരിക. അതുപോലെ തന്നെ കുഫർ എന്ന വിശാലമായ കാര്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ ബാധിക്കുന്ന, അള്ളാഹുവിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന അപരാധമാണ് ശിർക്ക്. ഇത് 10 കൊല്ലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശേഷമാണ് ഹിജ്റയുടെ കൽപ്പനയും അനുവാദവും അള്ളാഹുവിന്റെ റസൂലിനുണ്ടായി നബി തങ്ങൾ മദീനത്തേക്ക് പോകുന്നത്. മക്കത്ത് വെച്ച് ഈ 10 വർഷത്തിനകത്ത് മേറാജിന്റെ രാത്രിയിൽ 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കി എന്ന കർമ്മപരമായിട്ടുള്ള ഒരു നിർബന്ധ കാര്യം ഒഴിച്ചാൽ സക്കാത്ത് നിർബന്ധമാവുന്നത് മദീനത്തെ ജീവിതകാലത്താണ്. നോമ്പ് നിർബന്ധമാവുന്നത് മദീന ജീവിതകാലത്താണ്. സക്കാത്തിലെ വിവിധ ഇനങ്ങൾ നിർബന്ധമാവുന്നത് മദീന ജീവിതകാലത്താണ്. ഹജ്ജ് നിർബന്ധമാവുന്നത് മദീന ജീവിതകാലത്താണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിർബന്ധമാവുന്നത് മദീന ജീവിതകാലത്താണ് എന്ന് മനസ്സിലായാൽ മക്കത്ത് തൗഹീദ് സ്ഥാപിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും കാലം ചെലവഴിച്ചത് നമുക്ക് ബോധ്യപ്പെടുമല്ലോ. എന്തായിരുന്നു ആ ജനതയിൽ അള്ളിപ്പിടിച്ച ശിർക്ക്? ചിലർ ആ ജനതയുടെ ശിർക്കാണ് നമ്മളിൽ ആരോപിക്കുന്നത്, ലോകത്തെ മുസ്ലിമീങ്ങളിൽ ആരോപിക്കുന്നത്. ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരെക്കുറിച്ച് ആരുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്താണ് സംസാരിക്കുന്നതെന്ന് നിരൂപിച്ചു നോക്കിങ്ങൾ. അള്ളാന്റെ റസൂല് വരുന്ന കാലത്തെ മക്കത്തെ മുശ്രിക്കുകളുടെ നില എന്താണ്? അവരെ അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും ഉണർത്തിയിരിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ്? ഇതൊന്നും പരിഗണിക്കാതെ മൊത്തത്തിലങ്ങ് പറയാണ്, ഈ കൂട്ടർ അങ്ങനെയാണ്, ആ കൂട്ടർ ഇങ്ങനെയാണ്, അക്കൂട്ടരുടെ ആ വിശ്വാസവുമില്ല, ഈ കൂട്ടരുടെ വിശ്വാസമല്ല. എത്രത്തോളം എന്ന് വെച്ചാല് മക്കത്തെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വൈദാ റകിബൂ ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ കയറിയിട്ട് സമുദ്രത്തിലെത്തിയാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ അപ്പൊ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ പ്രാർത്ഥിക്കും, അള്ളാഹിനെ വിളിക്കും. വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരെ അള്ളാഹു തആലനെ വിളിക്കും. ഫലമ്മാ നജ്ജാഹും മിനൽ ബർ, കരയിലേക്ക് അവരവിടെ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തി കരയിലെത്തിയാലോ അപ്പോഴേക്കത് അവർ മുശ്രിക്കുകളായി മാറുന്നു. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് മനസ്സിലാക്കിയാൽ തന്നെ യഥാർത്ഥത്തിൽ മക്കത്തെ മുശ്രിക്കുകളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക്. അള്ളാഹുവുമായിട്ടുള്ള അവരുടെ ബന്ധമോ, അള്ളാഹു എന്ന് അവർ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ റബ്ബ് എന്നവർ വിശേഷിപ്പിക്കുന്ന ആ പരമനാഥൻ എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന നാഥനുമായിട്ടുള്ള അവരുടെ ബന്ധം വിപത് സന്ധികൾ വരുമ്പോ, വളരെ വലിയ ആപത്ത് വരുമ്പോ മാത്രം പരിമിതമാണ്. അതിന്റെ മുമ്പും പിമ്പും അവർക്ക് അള്ളാനെ വേണ്ട. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും അവർക്കില്ല. ഇവിടെ സാധാരണ പറയാലെന്താ, അള്ള റബ്ബാണ്, അള്ള റബ്ബാണ്, അള്ള പഠിച്ചവനാണ്, അള്ളയാണ് ഒജീരം തരുന്നത്, അള്ളാഹുവാണ് എല്ലാം എന്ന് മക്കത്തെ മുസ്ലിങ്ങൾക്ക് ആകെ വിശ്വാസമാണ്. ഒരു കുട്ടിക്കും ഒരു എതിരഭിപ്രായമല്ല. എല്ലാ മക്കത്തെ മുസ്ലിങ്ങൾക്കും ആ വിശ്വാസമാണ്. അതേ വിശ്വാസമാണ് നമ്മുടെ കൂട്ടർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഉള്ളത് എന്നാണ് ഇവർ സാധാരണ പറയാ. വാസ്തവത്തിൽ അള്ള പറയുന്നത് എന്താ? എല്ലാ സമയത്തും അവർ അള്ളാനെ വിസ്മരിക്കുന്നു. പടച്ചോനെ പറ്റി പറഞ്ഞാൽ അവർക്ക് പടച്ചോനെ വേണ്ട. പടച്ചോനുമായിട്ടുള്ള ഒരു ചിന്തയും അവർക്കില്ല. പടച്ചോനുമായിട്ടുള്ള ഒരു ആചാരവും അവർക്കില്ല. പടച്ചോനെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു നിലപാടും അവർക്കില്ല.
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഓർമ്മ വരിക എല്ലാം കഴിഞ്ഞ് സമുദ്രത്തിന്റെ നടുക്കളത്തിൽ എത്തിപ്പെടുമ്പോ പ്രയാസപ്പെട്ട വല്ലതും വരുമ്പോ അപ്പോഴവർ അള്ളാനെ ഓർക്കും, അള്ളാനെ വിളിക്കുന്നതാണ്. ഈ വിളിക്കുന്നു പറഞ്ഞ മുശ്രിക്കീങ്ങളെ കുറിച്ച് ആയത്തോതിയിട്ട് നമ്മളെ ഇവിടെ ശിർക്ക് ആരോപിക്കുന്നവരോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഓരോന്നിൽ ശിർക്ക് പറയുന്നവരോ ഒക്കെ സാധാരണ പറയുന്ന ആ സമയത്തെങ്കിലും ഈ കൂട്ടർ സന്ദിഗ്ധ വേളയിലെങ്കിലും അള്ളാഹുവിനെ വിളിച്ചിരുന്നു. നമ്മളെ നാട്ടിലെ മുശ്രിക്കീങ്ങൾക്ക്, നമ്മളെ നാട്ടിലെ ശിർക്കുകാർക്ക്, ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ആ സമയത്തും അള്ളാഹുവിനെ വേണ്ടല്ലോ. അപ്പൊ മക്കത്തെ മുശ്രിക്കുകളെക്കാളും കടുത്ത മുശ്രിക്കുകളാവുന്നു ഇവർ എന്നാണ്. ഈ തൗഹീദുമായാണ് അത്തൗഹീദ് എന്ന പേരിൽ, നിങ്ങൾ അത്തൗഹീദ് എന്ന പുസ്തകമാണ്, ഇത്ര കട്ടിയുള്ള പുസ്തകം. നടാടെ ഈ വിഭാഗം വന്ന കാലത്ത് ഇത് 6ാമത്തെ പതിപ്പാണ്. 6ാമത്തെ പതിപ്പ്. ഓരോരോ കുറി എത്ര പ്രാവശ്യമാണ് ഇത് ഇറക്കുന്നത് നിങ്ങള്. 1944 ഇതിന്റെ ഫസ്റ്റ് എഡിഷൻ. 1944 1944 ഫസ്റ്റ് എഡിഷൻ. 80 6ാമത്തെ പതിപ്പ്. അത് 80 അതിന് ശേഷം എത്രയോ അടിച്ചു. ഇത്രയും പതിപ്പുകൾ അടിച്ചിറക്കുന്ന ഈ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം ഇത് പുതിയൊരു തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. തൗഹീദ് എന്നതിനെ അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്നാക്കി മാറ്റിയിട്ട് അള്ളാഹുവിന് മാത്രം ആരാധനയുടെ കർമ്മങ്ങളൊക്കെയും പരിമിതപ്പെടുത്തി ആരാധനന്റെ കർമ്മം മറ്റാരിലേക്കും തിരിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ പഠിപ്പിച്ച തൗഹീദിന്റെ ആകത്തുക. എന്നിട്ട് ഇതിൽ പറയുന്നത് നമ്മൾ ചെയ്യുന്ന, മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ ആരാധനയുടെ കർമ്മങ്ങളാണ്. ഇത് അള്ളാഹു അല്ലാത്തവർക്കാക്കുന്നു. ഈ ശിർക്ക് നമ്മെ ആരോപിക്കുമ്പോ തൗഹീദ് പഠിപ്പിക്കുന്ന ആയത്ത് വിവരിച്ചിട്ട് ഇതിൽ കുറിക്കുകയാണ്, മക്കത്തെ മുശ്രിക്കുകൾക്ക് ആ സന്ദിഗ്ധ വേളയിൽ പോലും അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടിലെ മുശ്രിക്കീങ്ങൾക്ക് ആ ഓർമ്മയും ഇല്ലല്ലോ എന്നാ പറയുന്നത്. അപ്പൊ അത് എത്ര കടുത്ത അപരാധമാണ് ഈ പറയുന്നത്. ശിർക്കിനെ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മക്കത്തെ മുശ്രിക്കീകളുടെ അള്ളാഹുവുമായിട്ടുള്ള ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് അള്ളാഹ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അട്ടിമറിക്കുകയാണ് ആയത്തിനെയും. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്കത്തെ മുശ്രിക്കീങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടുമ്പോ അവരുടെ വിശ്വാസത്തിന്റെ ആകത്തുക എന്താണെന്നറിയോ? അള്ളാഹ്ന്നറിയുന്ന മഹേശ്വരൻ എന്ന് മലയാളത്തിൽ പറയാവുന്ന, ഏറ്റവും സൃഷ്ടാവും എല്ലാ നിയന്താവും എന്ന് എല്ലാ അർത്ഥത്തിലും ഏവരും സമ്മതിക്കുന്ന അള്ളാഹു എന്ന് അറബികൾ പരമ്പരാഗതമായി വിളിച്ചു വരുന്ന ആ അള്ളാഹു ആണ് എല്ലാ റബ്ബുകളുടെയും വലിയ റബ്ബ്, എല്ലാ ഇലാഹുകളുടെയും വലിയ ഇലാഹ്. ആ ഇലാഹിന്റെ കീഴെയുള്ള താഴെയുള്ള ദൈവങ്ങളാണ് ബാക്കി ദൈവങ്ങളൊക്കെ നാം മക്കത്തെ മുശ്രിക്കുകൾ. അപ്പൊ സന്ദിഗ്ധ വേളയിൽ ഏറ്റവും പ്രയാസം വരുമ്പോ അവർ ആ വലിയ ദൈവം എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ വിളിക്കുകയാണ്. അതിന്റെ താഴെയുള്ള വിഷയങ്ങളിലും അതിന്റെ താഴെയുള്ള കാര്യങ്ങളിലും അവർ അള്ളാഹുവിനെ വേണ്ട. പൂജയില്ല അവർക്ക് അള്ളാഹു വേണ്ട, ആരാധനയില്ല അള്ളാഹു വേണ്ട, ഒട്ടകങ്ങളെ നേർച്ചയാക്കുമ്പോ അള്ളാഹു വേണ്ട, മൃഗങ്ങളെ ബലിയാക്കിയിട്ട് വെക്കുമ്പോഴോ മൃഗങ്ങളെ നേർന്നിട്ട് വെക്കുമ്പോഴോ പല ജാതി ആചാരം അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിഗ്രഹ ദൈവങ്ങൾക്ക് വേണ്ടി, അതൊക്കെ അവർ സ്വന്തം സൃഷ്ടിച്ച ദൈവങ്ങൾക്ക് വേണ്ടി, കൽദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപാട്. ഈ കൽദൈവങ്ങൾക്ക് വേണ്ടി വെച്ച ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ട് അതിൽ മാത്രം സായുജ്യമടന്ന് ജീവിക്കുന്ന ആ മുശ്രിക്കീങ്ങളുടെ ശിർക്കാണ് നമ്മുടെ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂല് 10 കൊല്ലം ഈ മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ അവരുടെ ശിർക്ക് മാറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആ ശിർക്ക് എത്ര വിലയിടിച്ചിട്ട് കുറച്ചിട്ടാ കാണിക്കുന്നത്. നമ്മളിൽ ഒരാളും അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ടുള്ള അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെയോ അള്ളാഹുവിന് പുറമെ ഇബാദത്തിനോ ആരാധനക്കോ അർഹമായിട്ടുള്ള ഒരു ചെറിയ ദാത്തിനെയും സങ്കല്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശിർക്കുമായി ബന്ധമില്ല. ഈ ബന്ധമില്ല